മതന്യൂനപക്ഷങ്ങൾക്കില്ല. ആത്മാഭിമാന ബോധത്തോടു കൂടി തന്നെയാണോ ഈ രാജ്യത്തിന് മുമ്പാകെ അനീതി എന്ന നിലക്ക് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകുന്നത്? ജനാധിപത്യത്തിന്റെ വഴിയിലൂടെയാണ്, നിയമവാഴ്ചയുടെ വഴിയിലൂടെയാണ്, ഈ രാജ്യത്തെ നീതിന്യായ വകുപ്പുകളെയും നിർവഹണ സ്ഥാപനങ്ങളെയും മാനിച്ചുകൊണ്ടാണോ ഞങ്ങളുടെ പോരാട്ടം? ഒരതിക്രമത്തിനും ഞങ്ങൾ അനുകൂലമല്ല. ആരെങ്കിലും നിയമവ്യവസ്ഥയെ കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ അവരെ തടയാനും അവരെ പിന്തിരിപ്പിക്കുവാനും ബാധ്യസ്ഥരായവരാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾക്കൊരു ബോധമുണ്ട്, അത് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു കുറ്റാന്വേഷണ ഏജൻസിയുടെയോ നീതിന്യായ നിർവഹണ സ്ഥാപനത്തിന്റെയോ മുന്നിൽ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. ഈ ലോകമാകെ നിയന്ത്രിക്കുന്ന ഒരു പടച്ചതമ്പുരാന്റെ മുന്നിൽ രക്ഷപ്പെട്ടാലേ രക്ഷപ്പെടൂ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അതിക്രമം ചെയ്യാൻ പാടില്ല, അനീതി ചെയ്യാൻ പാടില്ല, ആരെയും ഉപദ്രവിക്കാൻ പാടില്ല, ആരുടെയും അവകാശങ്ങൾ ഹനിക്കാൻ പാടില്ല. അത് ചെയ്താൽ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു ദർശനത്തിന്റെ പിന്മുറക്കാർക്ക് ഈ രാജ്യത്തൊരു അരാജകത്വവും വളർത്താൻ കഴിയില്ല. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെയാണ് ജനാധിപത്യ നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സ്വതന്ത്ര പൗരന്മാരെന്ന നിലക്ക് ഭീകരമായ ഈ അനീതിക്കെതിരായി പ്രതികരിക്കാൻ ബാധ്യതയോടുകൂടി സോളിഡാരിറ്റി ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. എല്ലാവരോടും ഞങ്ങൾ പറയുന്നു, കോൺഗ്രസ് ഞങ്ങൾ അതിനെഴുതിത്തള്ളുന്നില്ല. ഒരു മതേതര പാർട്ടി എന്ന നിലയിൽ ഇന്ത്യയിൽ ഒരുപാട് പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷേ ആ കോൺഗ്രസിൽ ചില സംഘപരിവാർ അനുകൂലികൾ കടന്നു കയറിയത് കോൺഗ്രസിന്റെ അനുയായികൾ തിരിച്ചറിയണം. നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പാർട്ടി അപമാനിക്കാൻ, നിങ്ങളുടെ പാർട്ടി ഒറ്റുകൊടുക്കാൻ, നിങ്ങളുടെ പാർട്ടിയെ തകർക്കാൻ സംഘപരിവാറിൽ നിന്ന് കൂലി വാങ്ങുന്നവർ ആ പാർട്ടിയിൽ നുഴഞ്ഞു കഴിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കണം. എന്നിട്ട് കണ്ടുകിട്ടുന്നെങ്കിൽ അവനെ ചെവിക്ക് പിടിച്ചു പുറത്തിടാനുള്ള പ്രാരംഭമാണോ ധൈര്യമാണ് ആ പാർട്ടി കാണിക്കേണ്ടത്. അത് ചെയ്താൽ തീർച്ചയായും അത് വലിയൊരു ധൈര്യമാണ്. ഇടതുപക്ഷത്തിന് അതിന്റെ ബാധ്യതയുണ്ടോ? ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഒക്കെ ചെയ്യുന്നത് നേരാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. സംസ്ഥാന പോലീസിലെ ഒരു വിഭാഗം കൃത്യമായ ധാരണകളോടുകൂടി മുൻവിധികളോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന മാവിലായിക്കാരന്റെ ഈ കളിയുണ്ടല്ലോ, അത് കണ്ട് കേരളമാകെ തരിച്ചു നിന്നു പോകുമെന്ന് നിങ്ങളും വിചാരിക്കേണ്ടതില്ല. പോലീസിനെ നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ട മന്ത്രിമാർ ആരോരോ സങ്കടം പറയുന്നത് പോലെ ഞങ്ങളോട് ഇങ്ങനെ പായാരം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. അത് ചെയ്യാതെ ഇവിടെ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. ഇടതുപക്ഷത്തിന് ബാധ്യതയുണ്ട്, കോൺഗ്രസിന് ബാധ്യതയുണ്ട്, കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതേതര സ്വഭാവമുള്ള എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതിനു പകരം കിട്ടിയ അവസരം നാലങ്ങ് കൊടുത്തു കളയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ ആളുകൾ പോകുന്നത്. മുസ്ലിം മതന്യൂനപക്ഷങ്ങളടക്കമുള്ള സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വേദിയിൽ എല്ലാ സന്ദർഭങ്ങളിലും ആശംസാ പ്രസംഗവും മുഖ്യപ്രഭാഷണവും ഉദ്ഘാടനവും നിർവഹിച്ചിരുന്ന രാജ്യത്തെ ഒരു പ്രമുഖ മതേതര പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനും ഇപ്പോൾ നിറമാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിനും ആകെ സംശയം, ആകെ കുളിരാണ് അദ്ദേഹത്തിന്. ചെയ്തുപോയ പാപമാണോ എന്ന് തോന്നുമാറാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാകരുതല്ലോ കാര്യങ്ങൾ. താൽക്കാലികമായി കിട്ടിയ സ്ഥലത്ത് അങ്ങ് എല്ലാ കാലവും നിന്നുകളയാമെന്ന് വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ പ്രചരിപ്പിക്കും. കളമശ്ശേരിയിലെ ബസ് കത്തിക്കൽ കേസിലെ പ്രതി താജുദ്ദീൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റാണ്. ഇത് മറന്നുപോകരുത്. നിങ്ങളാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആളുകളെ ആകെ അബദ്ധത്തിലാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന പ്രചാരണങ്ങൾ അത് കേരളത്തിൽ ഏതായാലും ചിലവാകില്ല. ഫോൺ കോൾ ഇന്നെന്ത് തെളിവാ? എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ഫോണിലേക്ക് ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് ഫോൺ ചെയ്യിച്ചിട്ട് നമ്മളെ കൊണ്ടുപോകാം. ഇതാണ് ഇതിന്റെ കാര്യമെങ്കിൽ ഇതൊക്കെ തെളിവാണോ? കോടതിയിൽ ഇത് തെളിവാണോ? ഒരു പ്രതിയെ പോലീസ് കൊണ്ടുപോയി പിടിച്ചിട്ട് അയാൾ ഒരു മൊഴി എഴുതി വാങ്ങുക, എന്നിട്ട് അത് തെളിവായി ഉദ്ധരിക്കുക. ഈ രാജ്യത്ത് നിയമത്തെക്കുറിച്ച് സാമാന്യ ധാരണയുള്ളവർക്കറിയാം, ഒരു പ്രതി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നൽകുന്ന മൊഴി കോടതിയിൽ തെളിവല്ല. ഇത് പഠിത് സാധാരണക്കാരനറിയാം. ഇത് ഏത് സാധാരണക്കാരനായ നിയമവിദ്യാർത്ഥിയോട് ചോദിച്ചാലും അവൻ പറഞ്ഞു തരും. ഇതറിയാത്തവരല്ലല്ലോ പ്രദേശ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും. അറിയാതെയല്ല ഇത് പറയുന്നത്. പോലീസ് കസ്റ്റഡിയിൽ നിന്നൊരു പ്രതി ഒരു മൊഴി നൽകിയാൽ ആ മൊഴി കോടതിയിൽ തെളിവാകണമെങ്കിൽ അദ്ദേഹം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതുമായി യോജിക്കുന്ന മറ്റ് ഭൗതിക തെളിവുകൾ കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കേണ്ടതുണ്ട്. അതൊന്നും നൽകാതെ ഒരാളെ ഇങ്ങനെ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ കയ്യിൽ തലകീഴായി കെട്ടിയിട്ടിട്ട് ഹിരോഷിമയിൽ ബോംബ് വെച്ചത് ആരാടാന്ന് ചോദിച്ചാൽ അത് ഞാനാണെന്ന് പറയാൻ ഒരു പ്രതിക്കും യാതൊന്നും ആലോചിക്കേണ്ടതില്ല. കാരണം ഈ കിട്ടുന്ന അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തെ എല്ലാ യുദ്ധങ്ങളും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് ഏത് പ്രതിയും പറഞ്ഞു പോകും. അതുകൊണ്ടാണ് അത് കോടതി തെളിവായി സ്വീകരിക്കാത്തത്. അത് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ബാലപാഠമാണ്. ആ ബാലപാഠം അറിയുന്നവർ
ഈ രാജ്യത്ത് കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നുന്നു സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരെ പഴയ ബാലവാടിയിലേക്ക് അയച്ച് ഈ നിയമത്തിന്റെ ബാലപാഠം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? എന്താ ഇവർ പറയുന്നത്? അദൃശ്യമറിയുന്നവരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. കസ്റ്റഡിയിലേക്ക് പോലീസ് ആളെ കൊണ്ടുപോകുന്നു, പിന്നെ ആർക്കും കാണാനില്ല. പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നു, ആരെങ്കിലും കാണിച്ചോ? കാണിച്ചിട്ടില്ല. കസ്റ്റഡിയിലേക്ക് ഈ പ്രതി കയറിപ്പോകുന്നത് കാണാം. തൊട്ടുടനെ നമ്മുടെ ചാനലുകളുടെ താഴെ സ്ക്രോൾ ന്യൂസ് പ്രതി പറയുന്ന മൊഴി ഒന്നൊന്നായി ഇങ്ങനെ പറയുകയാണ്. രണ്ടാളൊന്നും ഇവിടെ നടക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് അദൃശ്യമറിയാം. എല്ലാം അറിയുന്ന അദൃശ്യമറിയുന്ന മഹാമനുഷ്യരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. അല്ലെങ്കിൽ പോലീസ് ഈ മാധ്യമ പ്രവർത്തകർക്ക് കാര്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്നു. പക്ഷെ പോലീസ് പറയുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. കേരള പോലീസിനോട് ചോദിച്ചു, കർണാടക പോലീസിനോട് ചോദിച്ചു, ഈ തടിയന്റെ വിട നസീർ ലഷ്കർ-എ തൊയ്യബയുടെ ദക്ഷിണ ഇന്ത്യൻ കമാൻഡറാണോ? കർണാടക പോലീസ് പറഞ്ഞു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ആര് പറഞ്ഞു? നസീർ പറഞ്ഞു. നസീറിനെ ആരും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇയാളാണ് ദക്ഷിണേന്ത്യൻ കമാൻഡർ. അപ്പോൾ എല്ലാം അദൃശ്യമറിയുന്ന ശ്രീമതി സൂഫിയ അഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് ആദ്യത്തെ ദിവസം തൃക്കാക്കര പോലീസ് സ്റ്റേഷനാണ് അവർ സൂക്ഷിച്ചത്. അവരുടെ കൂടെ അവരുടെ ഉമ്മയും സഹോദരിയും ഉണ്ടായിരുന്നു. 9 മണിക്ക് അവർ ഉറങ്ങി എന്ന് അവരുടെ സഹോദരിയും ഉമ്മയും പറയുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ കാണുന്നു സൂഫിയ അഹമ്മദിനി കളമശ്ശേരി ബസ് കത്തിക്കലിൽ കുറ്റസമ്മതം നടത്തി. ബാംഗ്ലൂർ സ്ഫോടന കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന് സമ്മതിച്ചു. കോയമ്പത്തൂർ സ്ഫോടനത്തിന് പിന്നിലുള്ള പങ്ക് സമ്മതിച്ചു. ഇതറിഞ്ഞ നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകൻ അവരുടെ സഹോദരിയും ഉമ്മയും ഫോണിൽ വിളിച്ചു ചോദിച്ചു, എന്താണ് സംഭവം, ഇങ്ങനെയുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു, ഒരു 15 മിനിറ്റ് മുമ്പ് സൂഫിയ അഹമ്മദിനി ഉറങ്ങിക്കിടക്കുമ്പോഴും മൊഴി കൊടുക്കുന്ന അത്ഭുതമാണ് സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് മാധ്യമ പ്രവർത്തകർ